നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്ലീസ് ഹെൽപ്പ് മീ. എന്നെ കൂടെ കൊണ്ടുപോ. ഒന്ന് നിർത്തണേ പ്ലീസ്. ഒന്ന് നിർത്തോ. അയ്യോ വണ്ടി നിർത്തണേ. അയ്യോ നിങ്ങൾ വന്നോ? അബ്ദുൽ ഖാദറിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോ തന്നെ യാത്ര മതിയാക്കി ഞങ്ങൾ തിരികെ പോന്നു വെച്ചാ. അത് നന്നായി. ഞാൻ പോയിരുന്നു സന്ധ്യയെ കാണാൻ. പാവം വല്ലാതെ തകർന്നുപോയി. ആരുമില്ലാതിരുന്ന അവൾക്ക് ഏക ആശ്രയം അബ്ദുൽ ഖാദർ ആയിരുന്നല്ലോ. എങ്ങനെയാ അപകടം ഉണ്ടായത്? അതോ വല്ലതും അറിഞ്ഞോ? കാറും വാനും തമ്മിൽ ഇടിച്ചു വന്നാ അവിടെ പറയുന്നത് കേട്ടത്. വിവരമറിഞ്ഞ് സന്ധ്യ ബോധം കെട്ട് വീണുവെന്ന്. അബ്ദുൽ ഖാദറിനെ അവസാനമായി ഒന്ന് കാണാൻ പോലും പറ്റിയില്ല പാവത്തിന്. മരിക്കുന്നതിന് കുറച്ചു മുമ്പ് ഡോക്ടർ അബ്ദുൽ ഖാദർ എന്നെ വിളിച്ചിരുന്നു. വെഡിങ് ആനിവേഴ്സറി ആണെന്നും സന്ധ്യയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. ഇവരുടെ വിവാഹത്തോടെ അയാളുടെ വീടുമായി പിണക്കത്തിലായിരുന്നു. മരണവാർത്ത അറിഞ്ഞ് അവര് വന്ന് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോയി. പള്ളിയിൽ സംസ്കരിക്കുകയും ചെയ്തു. സന്ധ്യ ഹോസ്പിറ്റലായത് കാരണം സന്ധ്യ അവർ കൊണ്ടുപോയില്ല. അർച്ചന, എങ്കിലും അവൾക്ക് ഈ അവസ്ഥ വന്നതില സങ്കടം. സച്ചേട്ടാ, നമുക്കൊന്ന് പോകാം. എനിക്ക് സന്ധ്യ ഡോക്ടറിനെ കാണണം. അർച്ചന, താനിങ്ങനെ കരയാനാണേൽ എങ്ങനെ സന്ധ്യ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നേ? താനല്ലേ ഈ സമയത്ത് ഡോക്ടറിനെ ആശ്വസിപ്പിക്കേണ്ടത്. എത്ര കരയാതിരിക്കാൻ ശ്രമിച്ചിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സച്ചേട്ടാ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഒരു ഫോൺ കോളിൽ ഓടിയെത്തുന്ന സഹോദരനായിരുന്നു എനിക്ക്. എന്റെ അനൂപേട്ടനെ പോലെയാ ഞാൻ സ്നേഹിച്ചിരുന്നത്. എന്നിട്ട് അവസാനമായിട്ടൊന്ന് കാണാൻ പോലും. നമുക്ക് എന്തെയും പറ്റും അർച്ചന. ഇതെല്ലാം ഓരോരുത്തരുടെ വിധിയല്ലേ. നമുക്കെന്തായാലും അവിടെ വരെ ഒന്ന് പോവാൻ സച്ചേട്ടാ, ഇപ്പൊ തന്നെ. അപ്പൊ നന്ദൻ ഇവിടേക്ക് വന്നിട്ടില്ല. പിന്നെ എവിടേക്കാവും പോയത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.